കണ്ണാ ഗുഡ് മോർണിംഗ്. ഇതെന്താ? ഇതെന്തിനാ സഡാക്കോ പക്ഷി? എന്തിനാണ് ഹീരോഷിമ ദിനത്തിന് എന്തിനാ സഡാക്കോ പക്ഷീനെ ഉണ്ടാക്കണത്? അത് അമേരിക്കത്തെ ആൾക്കാര് ജപ്പാനിൽ ഹീരോഷിമ പറഞ്ഞ സ്ഥലത്തേക്ക് ബോംബിട്ടു. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അപ്പം അതിൻ്റെ 2 ദിവസം മുമ്പ് ജനിച്ച ഒരു കുട്ടിയുടെ പേരാണ് സഡാക്കോ സസാക്കി. ആ കുട്ടി ഒരു പരിക്കും ഏൽക്കാതെ രക്ഷപ്പെട്ടു, അത്ഭുതമായിട്ട്. അങ്ങനെ ആ കുട്ടി വളർന്ന് വലുതായി, സ്കൂളത്തെ ടോപ്പറായി, പിന്നെ ഓട്ടക്കാരിയായി. 12ാമത്തെ വയസ്സിൽ ആ കുട്ടി ഓട്ടക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ തളർന്ന് വീണു. അപ്പോൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് അന്നൊരു ദിവസം ബോംബ് ഇട്ടിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ അണുക്കൾ ഈ കുട്ടിയുടെ മേത്തേക്ക് കയറി. അതുകൊണ്ട് ബ്ലഡ് ക്യാൻസർ വന്ന്. ജപ്പാനിലൊരു വിശ്വാസമുണ്ട്, എന്തേലും അസുഖം വരികയാണെങ്കിൽ 1000 ഇങ്ങനത്തെ പേപ്പർ കൊറ്റിയാളം ഉണ്ടാക്കിയാൽ മാറുന്നുള്ളത്. അപ്പോൾ സഡാക്കോ സസാക്കിയോട് സഡാക്കോ സസാക്കിയുടെ കൂട്ടുകാർ പറഞ്ഞ് ആ വിശ്വാസം ഉണ്ടെന്ന്. അപ്പോൾ സഡാക്കോ സസാക്കി ഉണ്ടാക്കാൻ തുടങ്ങി. 644 കൊക്കായപ്പോൾ സഡാക്കോ സസാക്കി മരണപ്പെട്ടു. അപ്പോൾ സഡാക്കോ സസാക്കിൻ്റെ കൂട്ടുകാർ അത് ഫിനിഷാക്കി 1000 കൊക്കാൾ ഉണ്ടാക്കി. എന്നിട്ട് സഡാക്കോ സസാക്കിനെ ദയിപ്പിക്കണ അതിൻ്റെ കൂടെ ആ കൊക്കാളി വെച്ചു. പിന്നെ സഡാക്കോ സസാക്കിൻ്റെ കൂട്ടുകാർ എല്ലാ പൈസയും ഫണ്ടൊക്കെ തിരിച്ചെടുത്തിട്ട് എന്താണ് സഡാക്കോ സസാക്കി ഒരു സ്വർണത്തിൻ്റെ ഒരു വലിയൊരു കൊക്കിനെ പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചു. അപ്പം ഈ കൊറ്റിയും സഡാക്കോ സസാക്കിയും പിന്നെ ലോക സമാധാന ചിഹ്നമായി കണ്ടറിഞ്ഞു. എല്ലാ വർഷവും ഹിരോഷിമ ദിനത്തിന് പല രാജ്യത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ ഇങ്ങനത്തെ പേപ്പർ കൊട്ടീനെ ഉണ്ടാക്കിയിട്ട് ഹിരോഷിമ പറഞ്ഞ സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കും. അതാ എല്ലാവരും കൂടിയിട്ട് സ്റ്റാച്ചു ഇങ്ങനെ കൂടെ വയ്ക്കും. ഇതാണ് കഥ. താങ്ക് യു.